ചെവിക്ക് നുള്ളുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല, അതിന്റെ രീതിയുമല്ല. വിശദീകരണവുമായി KT ജലീൽ. കുട്ടികൾക്ക് പിശകുകൾ സംഭവിച്ചാൽ തമാശയിലും കാര്യത്തിലും അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കലാണ് മുതിർന്നവരുടെ ചുമതല. ആരോപണം തള്ളി വിദ്യാർത്ഥികളും. മണ്ണാർക്കാട് നഗരസഭയിലെ വിജയോത്സവ ചടങ്ങിൽ വിദ്യാർത്ഥികളെ അപമാനിച്ചെന്ന ആരോപണം വിവാദമായതോടെ അതിൽ വിശദീകരണവുമായി മുൻ മന്ത്രി KT ജലീൽ. കുട്ടികളെ കാണുമ്പോൾ പൊതുപ്രവർത്തകൻ എന്നതിനേക്കാൾ തന്നിലെ അധ്യാപകനാണ് ഉയർന്നു നിൽക്കാറുള്ളത്. തമാശയിലൂടെ ദേഷ്യപ്പെട്ടും ചിരിച്ചും ചിരിപ്പിച്ചും കുട്ടികളെ അവരുടെ കഴിവുകൾക്കൊപ്പം കുറവുകളും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനാണ് എന്നിലെ അധ്യാപകൻ പലപ്പോഴും ശ്രമിക്കാറ്. അതേ മണ്ണാർക്കാടും നടന്നിട്ടുള്ളൂ. വീഡിയോ പൂർണ്ണമായും കണ്ടാൽ അത് ബോധ്യപ്പെടുമെന്ന് ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ചിരിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ ചെവിയിൽ പിടിച്ചു എന്നത് ശരിയാണ്. എന്നാൽ അപ്പോൾ അവനും ചിരിക്കുകയാണ് അവിടെ ചെയ്തത്. എന്നാൽ കുട്ടിയുടെ മുഖം ബ്ലറാക്കിയത് കൊണ്ട് അത് കാണുന്നില്ലെന്ന് മാത്രം. ഞാൻ ചെവിക്ക് നുള്ളുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല, അതിന്റെ രീതിയുമല്ല. ആ കുട്ടിയോട് ചോദിച്ചാൽ അത് മനസ്സിലാക്കാമെന്ന് KT ജലീൽ കുറിച്ചു. കുട്ടികൾക്ക് പിശകുകൾ സംഭവിച്ചാൽ തമാശയിലും കാര്യത്തിലും അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കലാണ് മുതിർന്നവർ ചെയ്യേണ്ട ചുമതല, പ്രത്യേകിച്ച് അധ്യാപകരുടേത്. അല്ലെങ്കിൽ അവർ എത്ര വളർന്നാലും മയ, കുയി, പുഴ, പുഴു, മയു എന്നൊക്കെയാകും പറയുക. എന്നാൽ ഇതൊന്നും മനസ്സിലാകാത്തവരല്ല MSFുകാർ. പാലക്കാട് ജില്ലയിൽ നടന്ന ഈ ഒരു കാര്യത്തിൽ MSF മലപ്പുറം ജില്ലാ കമ്മിറ്റി പരാതിപ്പെട്ടതിന്റെ ഔചിത്യം മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ KT ജലീൽ MSF മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് നല്ല നമസ്കാരം എന്നും പരിഹാസ രൂപേണ ഫേസ്ബുക്കിൽ കുറിച്ചു. മണ്ണാർക്കാട് ഇന്നലെ നടന്ന SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാൻ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ ജേതാക്കളും അവരുടെ രക്ഷിതാക്കളുമാണ് പങ്കെടുത്തത്. പരിപാടിയിലേക്ക് ഞാനും ക്ഷണിക്കപ്പെട്ടിരുന്നു. കുട്ടികളുമായും രക്ഷിതാക്കളുമായും ചോദ്യങ്ങൾ ചോദിച്ചും വർത്തമാനങ്ങൾ പറഞ്ഞും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണർത്തിയുമാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തത്. പ്രസംഗം കഴിഞ്ഞ് മുഴുവൻ പേർക്കും മൊമെന്റോ നൽകിയ ശേഷമാണ് വേദി വിട്ടത്. അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എനിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച് രംഗത്തു വന്നത് ഒരു വിവാദത്തിന് തിരികൊളുത്തിയതായി അറിയാനായി. 12.5 വർഷക്കാലം തിരൂരങ്ങാടി PSMO കോളേജിൽ അധ്യാപകനായി പ്രവർത്തിച്ച ആളാണ് ഈ ഉള്ളവൻ. 2006 നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് അധ്യാപന ജീവിതത്തോട് വിട പറഞ്ഞത്. എൻ്റെ വിദ്യാർത്ഥികളെ കഴിവിൻ്റെ പരമാവധി അവർക്ക് മനസ്സിലാകും വിധം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളുമായി വളരെ സൗഹൃദത്തിലാണ് പ്രവർത്തിച്ചത്. സത്യത്തിൽ അവർക്ക് ഞാനൊരു സുഹൃത്തായിരുന്നു. എനിക്കവർ അനുജ സ്നേഹിതന്മാരും. കുട്ടികളുടെ നന്മയല്ലാതെ മറ്റൊന്നും ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. ഒരു കുട്ടിയെയും ശിക്ഷിച്ചതായി ഓർക്കുന്നില്ല. എന്തെങ്കിലും തെറ്റുപറ്റിയാൽ തമാശയ്ക്ക് ചിരിച്ച് ചെവിയിൽ പിടിക്കുമെന്നല്ലാതെ അവരെ വേദനിപ്പിക്കും വിധം പെരുമാറിയിട്ടില്ല. എൻ്റെ വിദ്യാർത്ഥികളിൽ ധാരാളം MSFുകാരും ഉണ്ടായിരുന്നു. അവരിൽ പലരും രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. തുറന്ന മനസ്സോടെ അവർക്കും ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ കമന്റ് ഇടാമെന്നും KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ സംഭവം വിവാദമായതോടെ പ്രതികരണവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. KT ജലീൽ അപമാനിച്ചിട്ടില്ലെന്നും KT ജലീലിന്റെ പെരുമാറ്റം അപമാനമായി തോന്നിയില്ല. സ്കൂളിലെ അധ്യാപകർ പറയുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. സ്കൂളിലെ അധ്യാപകൻ ചെയ്യുന്നത് പോലെ വെറുതെ പിടിച്ചതാണ്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഹിന്ദിയിൽ കുറച്ച് എഴുതാൻ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ എഴുതിയിരുന്നു. അതിൽ ചെറിയ പിശകുണ്ടായിരുന്നു. അത് സ്കൂളിലെ അധ്യാപകർ പറയുന്നത് പോലെ ശരിയാക്കി തന്നുവെന്നും മറ്റു പ്രശ്നങ്ങളില്ലെന്നും കുട്ടികൾ പറഞ്ഞു.